ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, നമ്മൾ അവസാന കാലത്തേക്കുള്ള ഒരുക്കം എങ്ങനെയാണെന്ന് നോക്കിക്കാണുകയാണ്. പരിശുദ്ധ അമ്മ പല സ്ഥലത്തും പ്രത്യക്ഷപ്പെടലുകളും പ്രവചനങ്ങളും നമ്മൾ കാണാൻ പോകുന്നേയുള്ളൂ. ഇന്ന് മാർച്ച് 1-ാം തീയതിയാണ്. നമുക്ക് ആരും പറയാതെ തന്നെ മാർച്ച് മാസമായി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു മഹാവിശുദ്ധനാണ് വിശുദ്ധ യൗസേപ്പിതാവ്. മാർച്ച് മാസം ഔസേപ്പിതാവിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണെന്ന് ആരോടും പറയാതെ തന്നെ അറിയാം. പക്ഷേ സഹോദരങ്ങളെ, ഈ അവസാന കാലഘട്ടത്തിൽ ഔസേപ്പിതാവിനോടുള്ള ഭക്തിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഔസേപ്പിതാവിനെ കുറിച്ച് ഏറെയൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല എന്ന് നമുക്കറിയാം. ഔസേപ്പിതാവിനെ കുറിച്ച് ഉള്ള രഹസ്യങ്ങൾ വെളിപ്പെടുന്നൊരു സമയമുണ്ടെന്ന് പലരും പ്രവചിച്ചിട്ടുണ്ട്. അത് അന്ത്യകാലത്താണ്. ഔസേപ്പിതാവിനെ കുറിച്ചുള്ള ഔസേപ്പിതാവിൻ്റെ ജീവചരിത്രമൊക്കെ ലോകത്തിന് തുറന്നു കിട്ടുന്നത് അവസാന കാലഘട്ടത്തിലാണ് എന്നാണ് പ്രവചിച്ചിരിക്കുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല, ഔസേപ്പിതാവിൻ്റെ ജീവചരിത്രം, വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ ആത്മീയ ജീവിതയാത്ര എന്ന് പറയുന്ന ഒരു പുസ്തകം സിസ്റ്റർ മരിയ സിസിലിയ ബേജ് OSBക്ക് കൊടുത്ത ദർശനങ്ങളിൽ നിന്ന് ഈ ഔസേപ്പിതാവിൻ്റെ ആത്മീയ ജീവിതയാത്ര എന്ന് പറയുന്ന ഒരു പുസ്തകം മുഴുവനായിട്ടും ഞാൻ 150 പങ്കുവെക്കലുകളായിട്ട് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് എല്ലാവരും കുറേ പേരൊക്കെ അത് കാണുകയും അവരത് പുസ്തകം വാങ്ങി വെക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ അവസാന കാലഘട്ടത്തിലാണ് ഔസേപ്പിതാവിനെ കുറിച്ചുള്ള വിശദ വിവരങ്ങൾ ലോകത്തിന് വെളിപ്പെടുത്തുക എന്ന് അതിൽ നമുക്ക് കാണാൻ കഴിയും. ഈ പുസ്തകം ഞാൻ മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. 150 പങ്കുവെക്കലുകളായിട്ട് ഈ പുസ്തകം മുഴുവനായിട്ടും വായിച്ച് തന്നിട്ടുണ്ട്. എത്ര പേജുകളാണെന്നറിയോ ഈ പുസ്തകത്തിന്? ഈ പുസ്തകം ഒരു നിധിയാണെന്ന് ഞാൻ പറയും. 430 പേജുണ്ട് ഈ പുസ്തകത്തിന്. ഞാനത് 150 പങ്കുവെക്കലുകളായിട്ട് വായിച്ച് നിങ്ങൾക്ക് യൂട്യൂബിൽ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ പുസ്തകത്തിൽ വായിക്കാൻ പറ്റും. അതായത് ഔസേപ്പിതാവിനെ കുറിച്ചുള്ള രഹസ്യങ്ങൾ അത് ഈ ലോകത്തിൻ്റെ മുമ്പിൽ അടച്ചു വെച്ചിരിക്കുകയാണ്. ലോകരക്ഷകൻ്റെ പരിപാലകൻ എന്ന നിലയിൽ അത് അത്യാവശ്യമായിരുന്നു, അടച്ച് വെക്കണമായിരുന്നു. അങ്ങനെയാണ് പിതാവിൻ്റെ പദ്ധതി. എന്നാൽ ഔസേപ്പിതാവിൻ്റെ ജീവിതം ഈ തലമുറയുടെ മുമ്പിൽ തുറന്നു വയ്ക്കാൻ ദൈവം തിരുമനസ്സായി. അങ്ങനെയാണ് ഈ സിസ്റ്റർക്ക് പ്രത്യേക വെളിപ്പെടുത്തലുകൾ കിട്ടുന്നത്. അങ്ങനെ ഔസേപ്പിതാവ് എന്തായിരുന്നു എന്ന് വെളിപ്പെടുത്തി കിട്ടിയിട്ടുള്ള ഒരു പുസ്തകമായിരുന്നു അത്. ഞാനിപ്പോൾ ഈ പുസ്തകം വായിക്കണമെന്നും വാങ്ങണമെന്നും അല്ല കേട്ടോ പറഞ്ഞത്. ഈ പുസ്തകം ഓൾറെഡി ഞാൻ പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ്. അതിൽ പറയുന്നുണ്ട്, ഔസേപ്പിതാവിൻ്റെ അവസാനത്തെ പേജുകളിൽ പറയുന്നുണ്ട്, ഔസേപ്പിതാവിൻ്റെ രണ്ടാമത്തെ ഒരു വരവുണ്ട് ഈശോയുടെ ഒപ്പം. ആ വരവ് നമുക്ക് ചിന്തിക്കാനോ ഭാവനയിലോ വർണ്ണിക്കാൻ പറ്റാത്ത ഒരു വരവാണ്. നീതിയുടെ വിധി ദിവസം, അതായത് രണ്ടാം വരവിൻ്റെ അന്ന്, ഇടത്തുഭാഗവും വലതുഭാഗവും തിരിക്കുന്ന അന്ന്, വിധി നടക്കുന്ന അന്ന്, മനുഷ്യപുത്രൻ ദൈവപുത്രൻ സകല വിശുദ്ധന്മാരോടൊത്ത് പ്രത്യക്ഷനാകുമ്പോൾ വിശുദ്ധ ഔസേപ്പിതാവ് തൻ്റെ മഹത്വീകരിക്കപ്പെട്ട ശരീരത്തോടു കൂടെ ആഗതനാകും. അപ്പോൾ രണ്ടാം വരവിൻ്റെ സമയത്ത് ഈശോയുടെ കൂടെ ഉണ്ടാകുന്ന ഒരു വിശുദ്ധനാണ്, മഹാവിശുദ്ധനാണ് ഈശോയുടെ വളർത്തപ്പൻ.
വലിയ പ്രതാപത്തോടു കൂടിയാണ് വരിക എന്നാണ് പറയുന്നത്. വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ ഭൗതിക ശരീരം കൃത്യമായിട്ടും എവിടെയാണെന്ന് ഇപ്പോഴും ആർക്കും മനസ്സിലായിട്ടില്ല എന്നാണ് പറയുന്നത്. എന്നാൽ ചെറിയ ചെറിയ വെളിപ്പെടുത്തലുകളിലൂടെ ഒരു മുന്നറിയിപ്പുകളും സൂചനകളുമൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്തായാലും കർത്താവിൻ്റെ അമ്മ, ദൈവത്തിൻ്റെ അമ്മയെ ഇതുപോലെ ദൈവം സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ അപ്പനെ അതിലും അതിശയകരമായ രീതിയിൽ ദൈവം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാകും. അത് തക്ക സമയത്ത് പുറത്താവുകയും ചെയ്യും. ഒരു വിശുദ്ധന് ഒരിക്കൽ ഒരു ദർശനം കിട്ടിയെന്നാണ് പറയുന്നത്. ഔസേപ്പിതാവിൻ്റെ ശരീരം ഒരു ശവക്കല്ലറയിൽ ഒരു കേടുപാടും കൂടാതെ ഇപ്പോഴും സൂക്ഷിച്ചിട്ടുള്ളതായിട്ടാണ് വെളിപ്പെട്ടിരിക്കുന്നത്. ആ ശവക്കല്ലറ ഇതുവരെ എവിടെയാണെന്ന് അജ്ഞാതമാണ്. ആ ശവക്കല്ലറ കണ്ടുപിടിക്കുന്ന ദിവസം തിരുസഭയ്ക്ക് ഏറ്റവും വലിയ ആഹ്ലാദത്തിൻ്റെ ദിനമാണ് എന്നാണ് പറയുന്നത്. മൗളിലെ ഫാദർ പോളിൻ്റെ വാക്കുകളാണ്. അപ്പോൾ നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം. രണ്ടാം വരവിന് മുമ്പ് നടക്കുന്ന വലിയൊരു അത്ഭുതമായിരിക്കും വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ ശരീരം എവിടെയാണ് ഇപ്പോൾ എന്നുള്ള വെളിപ്പെടുത്തൽ. ഒരു പുരാതന പാരമ്പര്യത്തിൽ പ്രസ്താവിക്കുന്നത് ജോസഫാത്ത് താഴ്വരയിലുള്ള വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ ശവക്കല്ലറ ഇപ്പോൾ ശൂന്യമാണെന്നാണ്. എന്നാൽ വിശുദ്ധ ജെറോം കണ്ടെത്തിയിട്ടുള്ളത് വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ ശവക്കല്ലറ സ്ഥിതി ചെയ്യുന്നത് ഗെത്സമേൻ പൂങ്കാവനത്തിൻ്റെ അതിർത്തിയിൽ തന്നെയാണെന്നാണ്. ഇതിനെക്കുറിച്ചുള്ള ശരിയായിട്ടുള്ള വിവരം ഇപ്പോഴും നിഗൂഢമാണ്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, അവസാന കാലത്തിൻ്റെ ഒരു വലിയ അടയാളമായിരിക്കും വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ ഭൗതിക ശരീരം. അത് ഒരു വലിയ മുന്നറിയിപ്പ് കൂടിയായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ അന്ത്യകാലത്തേക്ക് ഒരുങ്ങുമ്പോൾ പ്രവചനങ്ങളിലും വിശുദ്ധരോടും പറഞ്ഞിട്ടുള്ളത് ഔസേപ്പിതാവിന് പൂർണ്ണമായും നിങ്ങൾ സമർപ്പിക്കണമെന്നാണ്. വിശുദ്ധ ജെർത്രൂദിന് ഒരു ദിവസം മംഗളവാർത്തയുടെ തിരുനാളിൽ ഒരു ദർശനമുണ്ടായി. സ്വർഗീയ മാതാവ് തൻ്റെ വിരക്ത വല്ലഭനായ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ മഹത്വം എത്ര മാത്രമാണെന്ന് വിശുദ്ധ ജെർത്രൂദിന് വെളിപ്പെടുത്തി കൊടുത്തു. അങ്ങനെ വിശുദ്ധ ഔസേപ്പിതാവിന് കാണിച്ചു കൊടുക്കുന്നത് എങ്ങനെയാണെന്നറിയോ? സ്വർഗം തുറന്നതായിട്ട് ഒരു ദർശനം. രാജകീയ പ്രൗഢിയുള്ള സിംഹാസനത്തിൽ വിശുദ്ധ ഔസേപ്പിതാവ് ഇരിക്കുന്നു. അവിടെയുണ്ടായിരുന്ന എല്ലാവരും ഔസേപ്പിതാവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഔസേപ്പിതാവിൻ്റെ സ്ഥാനം എവിടെയാണ്. ഔസേപ്പിതാവിന് എത്ര വലിയ ഉത്തരവാദിത്തമാണെന്നറിയോ ഈശോ ഏൽപ്പിച്ചിരിക്കുന്നത്. ഔസേപ്പിൻ്റെ പക്കലേക്ക് പൊക്കോളൂ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാം. ഈ അവസാന കാലഘട്ടത്തിൽ ഔസേപ്പിതാവിനായിട്ട് നമ്മെ പൂർണ്ണമായി സമർപ്പിക്കുക എന്നാണ് ദർശനങ്ങളിലൊക്കെ പറയുന്നത്. ഫാത്തിമയിൽ അമ്മ പ്രത്യക്ഷപ്പെട്ട അവസാനത്തെ പ്രത്യക്ഷീകരണത്തിൽ അവിടെ കടന്നു വന്ന് പ്രത്യക്ഷപ്പെട്ട വിശുദ്ധനാണ് വിശുദ്ധ ഔസേപ്പിതാവ്. അഗ്രിദയിലെ ദേവദാസിയായ മേരിയോട് പരിശുദ്ധ അമ്മ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ്: മഹോന്നതനായ ദൈവം എൻ്റെ പാവന വല്ലഭന് നൽകിയിട്ടുള്ള വിശിഷ്ട അധികാരങ്ങളെക്കുറിച്ചും അവകാശങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ മാധ്യസ്ഥതയുടെ ശക്തിയെക്കുറിച്ചും ലോകത്തിന് യാതൊരു അറിവുമില്ല. അവർ അജ്ഞരാണെന്നാണ്. എന്നിട്ട് പറയുകയാണ്, എൻ്റെ മകളെ, സ്വർഗത്തിൽ കർത്താവിൻ്റെ അരികത്ത് ഏറ്റവും അധികം അടുപ്പമുള്ളവനാണ് വിശുദ്ധ ഔസേപ്പിതാവ്. ദൈവത്തിൻ്റെ വിധി ദിവസം പാപങ്ങളിൽ നിന്നും ശിക്ഷ ഇളവ് നൽകാൻ തക്ക മഹനീയ ശക്തി അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. അത് ലോകമക്കൾ അറിയുന്നില്ല. അത് വലിയൊരു സങ്കടകരമായ കാര്യമാണ് കേട്ടോ. ഏറ്റവും അധികം അവസാന നാളുകളിൽ നമ്മുടെ ശിക്ഷയെ കുറയ്ക്കാനുള്ള ശക്തി കൊടുത്തിരിക്കുന്നത് വിശുദ്ധ ഔസേപ്പിതാവിനാണ് എന്നാണ് പറയുന്നത്.
ഓരോ പരീക്ഷണങ്ങളിലും ഔസേപ്പിതാവിൻ്റെ മാധ്യസ്ഥം തേടുക. കാരണം എൻ്റെ വല്ലഭൻ ചോദിക്കുന്നത് എന്തായാലും അത് സ്വർഗപിതാവ് കനിഞ്ഞു നൽകും എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ അവസാന കാലഘട്ടത്തിൽ ചെയ്യേണ്ട ഏറ്റവും വലിയ ഒരു ഭക്തകൃത്യമാണ് അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മെ സമർപ്പിച്ചതുപോലെ തന്നെ ഔസേപ്പിതാവിനായിട്ട് നമ്മെ പൂർണ്ണമായി ഭരമേൽപ്പിക്കുക. അന്ത്യകാലത്ത് ശിക്ഷ ഇളവ് നൽകാൻ അധികാരം കൊടുത്തിരിക്കുന്നത് വിശുദ്ധ ഔസേപ്പിതാവിനാണ്. 16-ാം നൂറ്റാണ്ടിൽ ഒരു പ്രവചനം ഇങ്ങനെ വന്നിരുന്നു. 16-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു ഡൊമിനിക്കൻ ദീനദയാലുവായ ഐസോലാനീസിലെ ഐസിദോറ ഇങ്ങനെ പ്രവചിച്ചിട്ടുണ്ട്. എന്താണെന്നറിയോ ആ പ്രവചനം? വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ പരിശുദ്ധി വിശ്വാസികൾ തിരിച്ചറിയുമ്പോൾ തിരുസഭയുടെ രക്ഷാകര സൈന്യത്തിൽ വിജയകാഹളം കേൾക്കും. കർത്താവ് തന്നിലെ പ്രകാശത്തെ തിളക്കമാർന്നതാക്കും, ശിരോവസ്ത്രങ്ങൾ നീക്കും. വിശുദ്ധ ഔസേപ്പിതാവിൽ ഒളിഞ്ഞുകിടക്കുന്ന ആന്തരിക ഗുണങ്ങളാകുന്ന ദൈവകൃപയെ മഹിമയുള്ളവർ അന്വേഷിക്കും. പ്രിയ കൂട്ടുകാരെ, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ശിരോവസ്ത്രങ്ങൾ നീക്കും. അവസാന കാലമാകുമ്പോൾ മറ നീക്കും. ഔസേപ്പിതാവിൻ്റെ ഒളിഞ്ഞുകിടക്കുന്ന ആന്തരിക ഗുണങ്ങളാകുന്ന ദൈവകൃപയെ മഹിമയുള്ളവർ അന്വേഷിക്കും. അവർ അമൂല്യമായ നിധി ഔസേപ്പിൽ കണ്ടെത്തും. അപ്പോൾ ഔസേപ്പിതാവിൻ്റെ മഹിമ പുറത്തറിയാൻ തുടങ്ങുന്ന കാലഘട്ടം വരുമ്പോൾ മനസ്സിലാക്കുക, അത് അവസാന കാലഘട്ടമാണ്. പ്രിയ കൂട്ടുകാരെ, ഞാൻ ഈ ഔസേപ്പിതാവിൻ്റെ പുസ്തകം എനിക്ക് ലഭിച്ചത് ഒരു ദൈവിക ഇടപെടലായിട്ടാണ് ഞാൻ കാണുന്നത്. ഇങ്ങനെ ഒരു പുസ്തകം എനിക്ക് എൻ്റെ കയ്യിലുണ്ടോ എന്ന് തന്നെ അറിയുമായിരുന്നില്ല. നിങ്ങളിത് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാം, ഔസേപ്പിതാവിനെ കുറിച്ചുള്ള ഈ പുസ്തകം മുഴുവനായിട്ടും ഞാൻ പറഞ്ഞിട്ടുള്ളത്. അത് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ മറ്റൊരു പുസ്തകത്തിൽ, ഒരു ചെറിയ പ്രാർത്ഥനാ പുസ്തകത്തിൽ ഇങ്ങനെ ഒരു പ്രവചനം കണ്ടത്. ഔസേപ്പിതാവിനെ കുറിച്ച് അധികം ആരും ഒന്നും പറഞ്ഞിട്ടില്ല. കാരണം വചനം പറയലാണല്ലോ ഈശോ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, വചനം പ്രഘോഷിക്കുകയാണ്. പക്ഷെ ആ വചനത്തിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരു വലിയ നിധിയാണ് വിശുദ്ധ ഔസേപ്പിതാവ്. അപ്പോൾ ഞാനിത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, അവസാന കാലത്തിലാണ് ഔസേപ്പിതാവിനെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയുക. അപ്പോൾ ഈ സിസിലിയ ബേജ് എൻ്റെ പുസ്തകം വളരെ അർത്ഥവത്താണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെയാണ് ഞാൻ ഈ സിസിലിയ ബേജിൻ്റെ പുസ്തകം വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ ആത്മീയ ജീവിത യാത്ര എന്ന് പറയുന്ന പുസ്തകം ഞാൻ പൂർണ്ണമായിട്ടും ലോകത്തിന് വായിച്ചു കൊടുത്തത്. ഇനി പുസ്തകം കിട്ടാത്ത ബുദ്ധിമുട്ട് വേണ്ട എന്ന് വെച്ച് ഈ പ്രവചനം കേട്ടപ്പോൾ, ഈ പ്രവചനത്തിൽ പറയുന്നുണ്ട് അവസാന കാലത്തിലാണ് ഔസേപ്പിതാവിനെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരിക. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഔസേപ്പിതാവിനെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, നാം ശിക്ഷാവിധിയുടെ അന്തിമ കാലത്തിൻ്റെ അവസാനത്തിലാണോ തുടക്കത്തിലാണോ, എന്തായാലും നമ്മൾ ആ കാലത്തിൽ തന്നെയാണ്. പഴയ നിയമത്തിൽ കാണുന്ന വിശുദ്ധരിൽ ഒരിക്കലും കാണാത്തതാണെന്ന് ഈ നിധി. ലോക അവസാന കാലത്ത് മഹിമയാർന്ന പദവികളാൽ വിശുദ്ധ ഔസേപ്പിതാവിനെ ദൈവം ശക്തനാക്കും. അപ്പോൾ നമുക്ക് ഊഹിക്കാം, അവസാന കാലത്ത് വിധിക്കാനായിട്ട് ദൈവം വരുമ്പോൾ ഔസേപ്പിതാവ് കൊണ്ട് കൂടി ഉണ്ടാവും. ഔസേപ്പിതാവിന് ശിക്ഷ ഇളവ് കൊടുക്കാനുള്ള വരം, ശക്തി കൊടുത്തിട്ടുണ്ടെന്ന്. അപ്പോൾ നമ്മൾ ആർക്ക് കൂടി ഭാരമേൽപ്പിക്കണം? നമ്മെ ഈ അവസാന കാലത്തിൽ ഔസേപ്പിതാവിന് നമ്മെ തന്നെ സമർപ്പിക്കണം. ആ സമർപ്പണത്തിലൂടെ ശിക്ഷാവിധിയിൽ നിന്ന് നമ്മെ ഇളവ് കിട്ടാൻ മാത്രം തക്ക വിധത്തിൽ വിശുദ്ധ ഔസേപ്പിതാവ് നമ്മെ രൂപാന്തരപ്പെടുത്തും. ഈ മാർച്ച് മാസം 1-ാം തീയതി തുടങ്ങുമ്പോൾ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ വണക്കമാസം തുടങ്ങിയില്ലേ? അതിനോടനുബന്ധിച്ച് 30 ദിവസത്തെ മേലങ്കി പ്രാർത്ഥന വയ്ക്കില്ലേ? അതൊക്കെ തുടങ്ങിയില്ലേ? ഇതൊക്കെ മുന്നേ നമ്മൾ പങ്കുവെച്ചിട്ടുള്ളതാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ.
മുൻകാലങ്ങളിലാണെങ്കിൽ, പ്രത്യേകിച്ച് പീഡനങ്ങളുടെ കൊടുങ്കാറ്റുകൾ വീശിയ കാലങ്ങളിൽ, വിശുദ്ധ ഔസേപ്പിതാവിനോടുള്ള ഇത്തരം വണക്കങ്ങൾ ഉണ്ടായിരുന്നില്ല. പിൽക്കാലത്ത് വിശ്വാസികളാൽ ആയതാണ് അതൊക്കെ. ഇപ്പോൾ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ തിരുനാൾ ഏറ്റവും ഉന്നതമായ തിരുനാളായി ആഘോഷിക്കപ്പെടും. ഇതാണ് 16-ാം നൂറ്റാണ്ടിലെ ഒരു പ്രവചനം. അതായത് 16-ാം നൂറ്റാണ്ടിൽ പ്രവചിച്ചിട്ടുള്ളതാണ് ഈ ദീനദയാലു. സമീപഭാവിയിൽ, ഇപ്പോൾ 20-ാം നൂറ്റാണ്ടായി, സമീപഭാവിയിൽ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ തിരുനാളുകൾ ഏറ്റവും ഉന്നതമായ തിരുനാളായി ആഘോഷിക്കപ്പെടും. പരിശുദ്ധാത്മാവിലാൽ പ്രചോദിതനാകുന്ന ക്രിസ്തുവിൻ്റെ വികാരി ആഗോള തിരുസഭയുടെ തിരുനാളായി ഇത് പ്രഖ്യാപിക്കുകയും ചെയ്യും. അതായത് അവസാന കാലത്ത്, ലോകാവസാന കാലത്ത് ഔസേപ്പിതാവിൻ്റെ മഹിമ മറ നീക്കി പുറത്തു വരും. ഇപ്പോൾ ഔസേപ്പിതാവിൻ്റെ മഹിമ, ഔസേപ്പിതാവിൻ്റെ ജീവചരിത്രം, ഇതെല്ലാം മറ നീക്കി പുറത്ത് വന്നു കഴിഞ്ഞു. അതുപോലെ ഈ ദീനദയാലുവായ ഐസിദോറ പ്രവചിച്ചു വെച്ചിട്ടുള്ളതാണ്. അവസാന കാലമാകുമ്പോൾ, അവസാന കാലത്തിൻ്റെ അടയാളമാണ് പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതനാകുന്ന ക്രിസ്തുവിൻ്റെ വികാരി ആഗോള തിരുസഭയുടെ തിരുനാളായി ഇത് പ്രഖ്യാപിക്കും. ഔസേപ്പിതാവിൻ്റെ തിരുനാൾ, ഔസേപ്പിതാവിൻ്റെ വർഷം എല്ലാം പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പ്രിയ സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള പ്രവചനങ്ങൾ നമ്മൾ കാണുകയാണെങ്കിൽ, നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പരിശുദ്ധ അമ്മ പ്രവചിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന അന്ത്യകാലത്താണ് നാം എന്ന്. അപ്പോൾ ഈ അന്ത്യകാലത്തേക്ക് നമ്മെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരു മാർഗമാണ് വിശുദ്ധ ഔസേപ്പിതാവിന് നമ്മെ തന്നെ പ്രതിഷ്ഠിക്കുക, സമർപ്പിക്കുക. അപ്പോൾ ഈ വർഷത്തെ മാർച്ച് മാസം ഒരു പ്രത്യേകതയുള്ള മാസമായിട്ട് നമുക്ക് കണക്കാക്കാം. നമുക്ക് നമ്മെ തന്നെ ഔസേപ്പിതാവിന് സമർപ്പിക്കാം. അപ്പോൾ വേറൊന്നും ചിന്തിക്കേണ്ട. അപ്പോൾ നമ്മൾ ദൈവത്തിന് സമർപ്പിക്കണ്ടേ? നമ്മൾ ഇത്രയും ചിന്തിച്ചാൽ മതി. ദൈവം തന്നെയാണ് പറയുന്നത്, എൻ്റെ ഔസേപ്പിതാവിൻ്റെ അടുത്ത് പൊക്കോ, എൻ്റെ വളർത്തപ്പൻ്റെ അടുത്ത് എല്ലാ അധികാരവും ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ സമർപ്പിക്കുന്നതിനോടൊപ്പം തന്നെ വിശുദ്ധ ഔസേപ്പിതാവിനായിട്ട് നമുക്ക് ഈ മാസം 1-ാം തീയതി മുതൽ സമർപ്പിക്കാം. അതുപോലെ ഔസേപ്പിതാവിൻ്റെ വണക്കമാസം ചൊല്ലാം. പിന്നെ അതിനോടനുബന്ധിച്ച് 30 ദിവസത്തെ മേലങ്കി പ്രാർത്ഥനയൊക്കെ അന്ന് പറഞ്ഞു തന്നിട്ടുള്ളതാണ് യൂട്യൂബിൽ. പ്രിയ സഹോദരങ്ങളെ, ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ട ഏക വിശുദ്ധൻ വിശുദ്ധ ഔസേപ്പിതാവാണ് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഉണ്ണിയേശുവിനോടൊത്താണ് ഔസേപ്പിതാവ് പ്രത്യക്ഷപ്പെടുന്നത്. പരിശുദ്ധ അമ്മ 1917 പ്രത്യക്ഷപ്പെട്ടപ്പോൾ അമ്മയുടെ ഒപ്പം വന്ന ആളാണ് നമ്മുടെ ഔസേപ്പിതാവ്. ഇത് ലൂസി ജസീന്തയൊക്കെ ലൂസി കണ്ടിട്ടുള്ള കാര്യമാണ്. ഔസേപ്പിതാവ് കൈകൾ കൊണ്ട് അടയാളം കാണിച്ച് അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ നമ്മുടെ കർത്താവും ലോകത്തെ അനുഗ്രഹിച്ചു. നിങ്ങൾ ഓർക്കണം, ഫാത്തിമയിലെ അമ്മ മാതാവ് കഴിഞ്ഞ് പിന്നെ ദർശനം കൊടുത്തതാണ് ഔസേപ്പിതാവ്. ഔസേപ്പിതാവ് എങ്ങനെയാണ് വന്നത്? ഔസേപ്പിതാവിൻ്റെ കയ്യിൽ ഉണ്ണിമിശിക ഉണ്ടായിരുന്നു. ഔസേപ്പിതാവിൻ്റെ കയ്യിൽ ഉണ്ണിമിശിഹ ഉണ്ടായിരുന്നു. അടുത്തത് ഔസേപ്പിതാവ് കൈകൾ കൊണ്ട് അടയാളം കാണിച്ച് അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ ഉണ്ണീശോയും അനുഗ്രഹിച്ചു. നമ്മൾ നേരത്തെ കണ്ടു, അവസാന കാലത്തിൽ അന്തിമ ദിവസം, വിധിയുടെ ദിവസം ഔസേപ്പിതാവ് മഹാപ്രൗഢ ഗംഭീരനായി യേശുവിൻ്റെ ഒപ്പം ഉണ്ടായിരിക്കും. ശിക്ഷയിൽ നിന്ന് ഇളവ് നൽകാൻ അധികാരം കൊടുത്തിട്ടുണ്ട് ഔസേപ്പിതാവിന്. ഇതിൻ്റെ മുന്നോടിയായിട്ട് ഫാത്തിമയിൽ മുമ്പേ അത് കാണിച്ചു തന്നു. ഉണ്ണീശോയുമായിട്ട് ഔസേപ്പിതാവ് വന്ന് ലോകത്തെ അനുഗ്രഹിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ഔസേപ്പിതാവിനായിട്ട് സമർപ്പിക്കാം. എല്ലാം ഔസേപ്പിതാവിൻ്റെ കയ്യിലേക്ക് ഭരമേൽപ്പിക്കാം. 16-ാം നൂറ്റാണ്ടിൽ നടന്ന പ്രവചനം, അതായത് അവസാന കാലത്തിൽ ഔസേപ്പിതാവിൻ്റെ തിരുനാൾ ആഗോള തിരുസഭ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞില്ലേ, ആ പ്രഖ്യാപനങ്ങളൊക്കെ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. 1847 പിയൂസ് 9 മാർപ്പാപ്പ വിശുദ്ധ ഔസേപ്പിതാവിനെ ആഗോള തിരുസഭയുടെ രക്ഷാകർത്താവും സംരക്ഷകനുമായി വിളംബരം ചെയ്തു. അതുപോലെ ഇന്നസെൻ്റ് 11 മാർപ്പാപ്പ
വിശുദ്ധ ഔസേപ്പ് പിതാവിനെ ചൈനയിലെ ഈശോ സഭക്കാരുടെ പ്രേക്ഷിത ദൗത്യത്തിൻ്റെ സംരക്ഷകനായി അവരോധിച്ചു. പിയൂസ് 11 മാർപ്പാപ്പ ലോക കമ്മ്യൂണിസത്തിനെതിരെയുള്ള തിരുസഭയുടെ വിപുലമായ പ്രേക്ഷിത പ്രവൃത്തികളിൽ അവരുടെ സംരക്ഷകനായി വിശുദ്ധ ഔസേപ്പ് പിതാവിനെ പ്രഖ്യാപിച്ചു. അപ്പോൾ ചുരുക്കി പറഞ്ഞ ക്രൈസ്തവരിൽ എല്ലാ വിഭാഗങ്ങളുടെയും രക്ഷാകർത്താവും സംരക്ഷണവുമായിട്ട് വിശുദ്ധ ഔസേപ്പ് പിതാവിനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഔസേപ്പ് പിതാവിൻ്റെ തിരുനാളുകൾ നിങ്ങൾക്കറിയാം, മെയ് 1 പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഔസേപ്പ് പിതാവിൻ്റെ തിരുനാളുകൾ ആഗോള തിരുസഭ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞ ആ പ്രവചനമാണ് ഇപ്പോഴൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. മാർച്ച് 19 ഔസേപ്പ് പിതാവിൻ്റെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുന്നത്. ഈ 15-ാം നൂറ്റാണ്ടിലാണ് ഈ തിരുനാൾ ആഘോഷിച്ചു തുടങ്ങിയത്. പിന്നെ 16-ാം നൂറ്റാണ്ട് 1621 ഗ്രിഗറി 15 മാർപ്പാപ്പ ആഗോള തിരുസഭയുടെ ആഘോഷ ദിനമായി ഇത് പ്രഖ്യാപിച്ചു. അപ്പോൾ 16-ാം നൂറ്റാണ്ടിലെ ഒരു പ്രവചനമായിരുന്നു ഇങ്ങനെ പ്രഖ്യാപിക്കും. അപ്പോൾ അത് അവസാന കാലഘട്ടത്തിലാണ് ഈ തിരുനാളുകളൊക്കെ ഇങ്ങനെ വരിക. അതുപോലെ 1870 ഡിസംബർ 8 പിയൂസ് 9 മാർപ്പാപ്പ തിരുസഭയുടെ ഉന്നതമായ തിരുനാളുകളിൽ വെച്ച് ഇതിന് ഇരട്ടി മൂല്യം കൽപ്പിച്ചു. അതുപോലെ ബുധനാഴ്ച ദിവസങ്ങളിൽ ദാനധർമ്മം അനുഷ്ഠിക്കൽ, അങ്ങനെ കുറേ തിരുനാളുകൾ. 1955 പിയൂസ് 12 മാർപ്പാപ്പ അധ്വാനിക്കുന്നവരുടെ സംരക്ഷണായ വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ തിരുനാൾ മെയ് മാസം 1 ആഘോഷിക്കാൻ നിശ്ചയിച്ചു. തൊഴിലാളി ദിനമായിട്ട് പരിഗണിച്ചതായിരുന്നു ആ ദിവസം. പ്രിയ കൂട്ടുകാരെ, അതുകൊണ്ട് വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ തിരുനാളുകൾ ആഘോഷിക്കാൻ തുടങ്ങുമ്പോൾ ഓർത്തുകൊള്ളുക, അവസാന കാലം അടുത്തു, നമ്മൾ അവസാന കാലത്തിലാണെന്ന്. ഇത് ഒരു മുന്നറിയിപ്പ് തന്നെയാണ് ഈ ഔസേപ്പ് പിതാവിൻ്റെ പെരുന്നാൾ ആഘോഷങ്ങൾ വരിക എന്നത്. ഞാൻ ഇന്നിവിടെ നിർത്തുകയാണ്. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണങ്ങളൊക്കെ അടുത്ത ദിവസം മുതൽ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കിക്കാണാൻ കിട്ടും. എല്ലാത്തിലെയും പ്രവചനങ്ങളുടെ കാതൽ എന്താണെന്നും നമുക്ക് നോക്കാം. ഇന്ന് നമുക്ക് വിശുദ്ധ ഔസേപ്പ് പിതാവിനോടുള്ള പ്രാർത്ഥനകൾ വണക്കമാസം തുടങ്ങാം. നമുക്ക് നമ്മെ തന്നെ ഔസേപ്പ് പിതാവിൻ്റെ ഹൃദയത്തിലേക്ക് നമ്മെ സമർപ്പിക്കാം. ഈശോ മർഗരീത്ത പുണ്യവതിയോട് പറഞ്ഞു, നിങ്ങൾ എല്ലാ ദിവസവും എൻ്റെ അമ്മയ്ക്കും സ്നേഹസമ്പന്നനായ എൻ്റെ ഔസേപ്പിനും സമർപ്പിക്കണം, പ്രാർത്ഥനകൾ അർപ്പിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വലിയ ദൈവകൃപ വരുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഔസേപ്പ് പിതാവിനെ കുറിച്ചുള്ള 30 ദിവസത്തെ ഒരു മേലങ്കി പ്രാർത്ഥനയുണ്ട്. ഇതൊക്കെ ഞാൻ മുന്നേ നിങ്ങൾക്ക് പങ്കുവെച്ച് തന്നിട്ടുള്ളതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ 30 ദിവസവും നിങ്ങൾക്ക് മുമ്പത്തെ വീഡിയോ എടുത്താൽ ഈ സിസിലിയ ബേജിൻ്റെ പുസ്തകം 430 പേജുള്ള പുസ്തകം ഒരു വരി പോലും വിടാതെ അതിനെക്കുറിച്ച് എല്ലാം വായിച്ച് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഔസേപ്പ് പിതാവിൻ്റെ. അത് ഓരോ ദിവസം എടുത്ത് നോക്കുകയാണെങ്കിൽ ഔസേപ്പ് പിതാവിൻ്റെ മുഴുവൻ ചരിത്രവും നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഒരു മാർച്ച് മാസത്തിലെ വീഡിയോസ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഔസേപ്പ് പിതാവിൻ്റെ ഒരു അത്ഭുത പുസ്തകം എൻ്റെ കയ്യിലുണ്ട്, കൊച്ചു പുസ്തകം. ഞാനത് കാണിക്കുന്നില്ല. നിങ്ങളത് കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് കിട്ടാൻ വേണ്ടിയിട്ട് ഓടി നടക്കും. അതിപ്പോൾ തൽക്കാലം കിട്ടാൻ സാധ്യതയില്ല. അത് അതിലത്തെ പുസ്തകങ്ങൾ പ്രാർത്ഥനകൾ ഞാനൊരു നിധി പോലെ സൂക്ഷിച്ച് നിങ്ങൾക്ക് അത് പങ്കുവെച്ച് തന്നിട്ടുണ്ട് കുറേശ്ശെയായിട്ട്. അതിൽ മാർച്ച് മാസങ്ങളിലത്തെ വീഡിയോ എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. അതേപോലെ ഔസേപ്പ് പിതാവിൻ്റെ 7 വ്യാകുലം സന്തോഷങ്ങൾ കടന്നു വന്നത് എങ്ങനെയാണെന്ന് അത് ഞാൻ അതിൽ പങ്കുവെച്ചിട്ടുണ്ട്. ഔസേപ്പ് പിതാവിൻ്റെ ഒരു ചരട് കെട്ടുന്ന ഒരു സമ്പ്രദായം വലിയ അത്ഭുതങ്ങളാണ്. എന്തായാലും ഔസേപ്പ് പിതാവിൻ്റെ 7 വ്യാകുലങ്ങളെക്കുറിച്ചും 7 സന്താപ സന്തോഷങ്ങൾ ആ ഒരു ഭക്തി വന്നത് എങ്ങനെയാണെന്നും ഔസേപ്പ് പിതാവിൻ്റെ ചരടിനെ കുറിച്ചും ഞാൻ പിന്നീട് ഈ മാർച്ച് മാസത്തിൽ എപ്പോഴെങ്കിലും ഒന്നുകൂടെ പോസ്റ്റ് ചെയ്യാം. ബാക്കിയുള്ളതൊന്നും ഞാൻ രണ്ടാമത് റീപോസ്റ്റ് ചെയ്യില്ല, കാരണം അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഈ പുസ്തകം അങ്ങനെ തന്നെ ഞാനത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആവശ്യമുള്ളവർക്ക് സമയമുണ്ടെങ്കിൽ ഈ മാർച്ച് മാസത്തിലത്തെ വീഡിയോസ് പണ്ടത്തെ നോക്കിയാൽ ഔസേപ്പ് പിതാവിനെ കുറിച്ചുള്ള ഈ ആത്മീയ യാത്ര, ഔസേപ്പ് പിതാവിൻ്റെ മൊത്തം ചരിത്രം സിസിലിയ പേജിലൂടെ നമുക്ക് വെളിപ്പെടുത്തി കിട്ടിയിട്ടുള്ളത്. അന്ത്യകാലത്താണത് വെളിപ്പെടുത്തി കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കതും വേണമെങ്കിൽ നോക്കാം. പ്രിയ കൂട്ടുകാരെ, അവസാന കാലത്തിൽ നമ്മുടെ ഒരുക്കം തുടങ്ങേണ്ടത് നമ്മളിൽ നിന്നാണ്. ഞാൻ പറഞ്ഞല്ലോ, വലിയ പ്ലാൻ ആൻഡ് പ്രോജക്റ്റുകളൊന്നല്ല ആഗ്രഹിക്കുന്നത്. ദിവ്യബലി,
പരിശുദ്ധ കുർബാന യോഗ്യതയോടെ സ്വീകരിക്കാൻ നമ്മെ ഏറ്റവും സഹായിക്കും ഔസേപ്പിതാവിൻ്റെ ആ ജീവചരിത്രം വായിച്ചാൽ. അത് ആ ചരിത്രം വായിച്ച ദിവസങ്ങളൊന്നും എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. കാരണം ദൈവമേ, നമ്മളെവിടെയാണ് നിൽക്കുന്നത്, ഔസേപ്പിതാവ് ആരാണ്, ചിന്തിക്കാൻ പറ്റില്ല. അത്രത്തോളൊന്നും എത്താനൊന്നും പറ്റില്ല. എങ്കിലും നമുക്ക് വലിയൊരു പ്രചോദനമാണ് വിശുദ്ധിയിൽ വളരാനായിട്ട്. അപ്പം നമുക്ക് മാർച്ച് മാസം 1-ാം തീയതി തന്നെ നമ്മുടെ ഔസേപ്പിതാവിന് നമ്മളെ സമർപ്പിക്കാം. ഇനി ഔസേപ്പിതാവിൻ്റെ ഒരു കാലഘട്ടമാണ് ഈ 30 ദിവസം. ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സ്വർഗീയ മധ്യസ്ഥനായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിട്ടുള്ളത് വിശുദ്ധ ഔസേപ്പിതാവാണ്. അതുപോലെ തന്നെ ഔസേപ്പിതാവ് എൻ്റെ ജീവിതത്തിൽ കുറേയേറെ അത്ഭുതങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് വിവരിക്കാൻ പറ്റില്ല. ഈ അവസാന കാലത്തിൽ എൻ്റെ ഒരു സ്വഭാവമാണ് ഈ ഔസേപ്പിതാവിൻ്റെ എല്ലാ പള്ളികളിലേക്കും ഓടി നടക്കുക എന്ന്. ഔസേപ്പിതാവിൻ്റെ വർഷം പ്രഖ്യാപിച്ചപ്പോൾ ആ വർഷത്തിൽ ഞാൻ ഔസേപ്പിതാവിൻ്റെ എല്ലാ പള്ളികളും പോയിട്ട് പ്രാർത്ഥിച്ചു പോന്നിട്ടുണ്ട്. അതുപോലെ ഔസേപ്പിതാവിൻ്റെ ഊട്ടുണ്ണ എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. വീട്ടിലെ സാമ്പാറും പുളിഞ്ചൊന്നും ഇല്ലാണ്ടല്ല, പക്ഷെ ഔസേപ്പിതാവിൻ്റെ ഊട്ടുണ്ണ എന്ന് പറഞ്ഞാൽ അത് കണ്ണമാലിയിൽ നിന്നാണ് തുടങ്ങിയതെന്നും അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചരിത്രങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ കണ്ണമാലിയിലെ പോക്ക് ഭയങ്കര പോക്കാണ് എനിക്ക്. അതുപോലെ ഔസേപ്പിതാവിൻ്റെ ഊട്ടുണ്ണുക എന്ന് വെച്ചാൽ ഒരു വലിയ ഹരമാണ്. ആരോഗ്യമുള്ള കാലത്ത് ഓടി നടന്ന് കുർബാന കൂടും ഊട്ടുണ്ണും, ഇതായിരുന്നു പരിപാടി. പിന്നെ ഔസേപ്പിതാവിൻ്റെ ഒരു ഊട്ടും ഉണ്ണാൻ സാധിക്കാതെ ഈ വർഷങ്ങളിൽ കടന്നു പോകുമ്പോൾ ഔസേപ്പിതാവ് എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതം നടത്തി തന്നിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. കീമോതെറാപ്പിയൊക്കെ കഴിഞ്ഞ് ഈ മാർച്ച് മാസത്തിൽ എനിക്ക് ചോറുണ്ണാനോ ഒന്നിനും സാധിക്കില്ല. അന്ന് ഒരു ടീസ്പൂൺ ചോറാണ് ചവച്ചരച്ച് കഴിച്ചോളാൻ ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ എനിക്ക് ചോറ് ഇഷ്ടമല്ല. കാരണം ചോറ് കാണുമ്പോൾ എനിക്ക് ഛർദ്ദിക്കാൻ വരും. അപ്പം ഞാൻ എന്താണ് കഴിക്കേണ്ടതെന്ന് മാറി എക്സ്പെരിമെൻറ്റുകൾ നടത്തി വന്നിരുന്ന കാലമാണ് ഇത്. എല്ലാ ക്യാൻസർ രോഗികൾക്കും ഉണ്ടാവില്ല കേട്ടോ. അത് വിശേഷാൽ കൃപയായിട്ട് എനിക്ക് തന്നിട്ടുള്ളതാണ്. എൻ്റെ ആമാശയം എടുത്തു മാറ്റിയപ്പോൾ മൊത്തം ആശയം പോയ പോലെയായി. ഈ വയറിനെ ഞാൻ എങ്ങനെ രൂപപ്പെടുത്തും? എനിക്ക് ആമാശയം ഇല്ല എന്ന് എൻ്റെ ശരീരം തിരിച്ചറിഞ്ഞിട്ടില്ല ഇപ്പോഴും. അതിൻ്റേതായ വലിയ അസ്വസ്ഥതകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കീമോതെറാപ്പി കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ചോറുണ്ണാൻ കൊതിച്ചിരിക്കുന്ന സമയം, നമ്മൾ ചോറല്ലേ ഉണ്ടിരുന്നത്, അതുകൊണ്ട് ഒരു കൈ ഉണ്ണാനായിട്ട് എന്ത് ചെയ്യും? അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കഴിഞ്ഞ മാർച്ച് മാസം ഞാൻ നിങ്ങളോട് പങ്കുവെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ഒരു സഹോദരി പറഞ്ഞു, നമുക്ക് ചൊവ്വാഴ്ചയായിരുന്നു തോന്നുന്നു, നമുക്ക് ഇവിടെ ഉണ്ണാം എന്നിട്ട് ഊണ് വാങ്ങിക്കൊണ്ടു. അപ്പം ഞാൻ ഈ കീമോതെറാപ്പിയൊക്കെ കഴിഞ്ഞിങ്ങനെ നോക്കിയിരിക്കുക, ഇവർ ഉണ്ണണതൊക്കെ നോക്കിയിട്ട്. അപ്പോൾ എനിക്ക് തോന്നി, ദൈവം എനിക്കൊരു ടീസ്പൂൺ ചോറുണ്ണാൻ പറ്റിയെങ്കിൽ. ഞാനപ്പോൾ പറഞ്ഞു, ഔസേപ്പിതാവേ നിൻ്റെ എല്ലാ ഊട്ടുകൾക്കും ഞാൻ വരാറില്ല, എനിക്കിപ്പോൾ ചോറുണ്ണാൻ പറ്റണില്ലല്ലോ എന്ന്. അന്ന് ഞങ്ങളുടെ കൂടെ ഒരു പുരോഹിതനുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, അച്ഛനാണ് സാരസച്ചൻ, കണ്ണമാലിയിൽ നടന്ന അത്ഭുതം. അച്ഛനോടൊപ്പം പ്രാർത്ഥിച്ചിട്ട് എനിക്കിന്ന് ചോറുണ്ണാൻ പറ്റുമോ? അച്ഛൻ പറഞ്ഞു, ഫ്രാൻസിസ് തലക്കോട്ടരച്ചനായിരുന്നു അന്ന് ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നത്, ഒരു വിശുദ്ധനായിട്ടുള്ള ഒരു വൈദികൻ. അങ്ങനെ അച്ഛൻ എന്നോട് പറഞ്ഞു, പ്രാർത്ഥിക്കാൻ ചോദിച്ചു, നമുക്ക് ചോറുണ്ണാൻ പറ്റും. പ്രിയ കൂട്ടുകാരെ, അന്ന് എല്ലാവരും കുറേ ചോറിട്ട് ഊട്ടുണ്ണുമ്പോൾ ഞാൻ ഒരു ടീസ്പൂൺ ചോറ് അന്ന് ഉണ്ടു. അതെനിക്ക് വലിയൊരു അത്ഭുതമായി. എനിക്കൊരു പ്രശ്നം ഉണ്ടായില്ല. ഞാൻ പിന്നീട് അത് വേലുപ്പാടം ഔസേപ്പിതാവിൻ്റെ അവിടെ പോയിട്ട് സാക്ഷ്യം പറഞ്ഞു. ഈ അടുത്ത കാലത്താണ് സാക്ഷ്യം പറഞ്ഞത്, യാത്ര ചെയ്യാൻ തുടങ്ങിയപ്പോൾ. അപ്പോൾ ഞാൻ പറയുകയാണ്, ഈ ഔസേപ്പിതാവ് ചില്ലറക്കാരനല്ല കേട്ടോ. എഫട്ട് പോയിട്ടും കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ നിങ്ങൾ എപ്പടി ഓടി നടക്കണ്ട, ഔസേപ്പിതാവിൻ്റെ അടുത്തേക്ക് പോയാൽ മതി. നമ്മുടെ പള്ളിയിലുണ്ടാവും ഔസേപ്പിതാവ്, എല്ലാ പള്ളികളും ഉണ്ടാവും ഔസേപ്പിതാവ്, അവിടെ പോയാൽ മതി. പിന്നെ ഔസേപ്പിതാവായിട്ട് പ്രത്യേകം നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള കുറേ പള്ളികളുണ്ട്. വലിയ അഭിഷേകമാണ്. അവിടെ പോയിട്ട് നമ്മൾ ആരാധനയിലും കുർബാനയിലും ഒക്കെ പങ്കെടുത്ത് ഔസേപ്പിതാവിൻ്റേതായിട്ടുള്ള ഭക്ത അഭ്യാസങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾ പോയിക്കോ. ഉറപ്പാണ് ഔസേപ്പിതാവ് നമ്മുടെ കരം പിടിച്ചിരിക്കും. ഔസേപ്പിതാവ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, നീ ഉണ്ട ഊട്ടുകൾ അതെപ്പോഴും ഉണ്ണുമ്പോൾ ഞാൻ പറയാറുണ്ട്, ഔസേപ്പിതാവേ ഇത് നിൻ്റെ ഊട്ടാണ്, കൊളറ നീ മാറ്റി കൊടുത്തത്, അതുപോലെ എന്നെയും നീ രോഗങ്ങളിൽ നിന്നൊക്കെ മാറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ന്. രോഗമൊന്നും അന്ന് ഇല്ല എങ്കിലും
എനിക്ക് തോന്നുന്നത് ഞാൻ പോയിട്ട് കഴിച്ച യൂട്ടുകളാണ് ഞാനിപ്പോൾ ഇന്ന് ഇങ്ങനെ നിലനിൽക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഔസേപ്പിതാവിനെ കുറിച്ചുള്ള ആ ചരിത്രം, ആ ജീവചരിത്രം ഇടുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു അവസാന കാലമായിട്ടുണ്ട്. അവസാന കാലത്തിലാണ് ഇങ്ങനെ മനുഷ്യർക്ക് ഔസേപ്പിതാവിനെ കുറിച്ച് പുറത്തു പറയാനായിട്ട് തോന്നുക എന്ന്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ചരിത്ര പുസ്തകത്തിൽ ഞാൻ ഓരോ പേജും പറഞ്ഞിട്ടുള്ളത് കേൾക്കാം. ഈ മാസം നമുക്ക് ഔസേപ്പിതാവിൻ്റെ പ്രാർത്ഥനകളിലായിരിക്കാം. വണക്കമാസം തുടങ്ങാം. ഈ പ്രാവശ്യം ഓരോ ദിവസത്തെ വണക്കമാസം ഒന്നും അങ്ങനെ പോസ്റ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. അന്ത്യകാലത്തിൻ്റെ ഒരുക്കമായിട്ട് വിശുദ്ധ ഔസേപ്പിതാവിന് നമ്മെ തന്നെ പ്രതിഷ്ഠിക്കാം. ദൈവം ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നതാണ് എൻ്റെ ജോസഫ് എന്നാണ് ഈശോ പറയുക. എൻ്റെ ജോസഫ്. ഞാൻ പണ്ട് ടോക്കുകളൊക്കെ കൊടുക്കാനായിട്ട് ഒരുങ്ങായിരുന്നു, ഇങ്ങനെ ആധികാരികമായിട്ടുള്ള റെഫറൻസ് ടോക്കുകൾ. ഇന്നത്തെ പോലെ അനുഭവങ്ങളല്ല. അങ്ങനെ ഞാനൊരു 10 ടോക്ക് കത്തോലിക്ക സഭ, നമ്മുടെ തറവാട്, അങ്ങനെ പരിശുദ്ധ കുർബാനയെ കുറിച്ച്, ശുദ്ധീകരാത്മാക്കളെ കുറിച്ചുള്ള പഠന ക്ലാസ്സുകളൊക്കെ ഒരുങ്ങി വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ ഇടവകപ്പള്ളിയിൽ കുർബാന കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ കാണുന്നത് ഈശോ വന്നിട്ട് പറയാണ്, എൻ്റെ ജോസഫിനെ കുറിച്ച് നീ പറയുന്നില്ലേ എന്ന്. ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല ഔസേപ്പിതാവിനെ കുറിച്ച് അങ്ങനെ ഒരു ക്ലാസ് കൊടുക്കണമെന്ന്. എൻ്റെ ജോസഫിനെ കുറിച്ച് അത് നെഞ്ചിൽ കൈവച്ചിട്ടാണ് ഈശോ പറഞ്ഞത്. എന്തൊരു ഇഷ്ടമാണെന്നറിയോ ഈശോയ്ക്ക്, വളർത്തപ്പൻ. ഞാൻ ഈശോയുടെ പറഞ്ഞു, അയ്യോ ഞാനത് മറന്നുപോയി കർത്താവേ, എന്നാൽ ഞാൻ ഔസേപ്പിതാവിനെ കുറിച്ച് ക്ലാസ് കൊടുക്കാം. അങ്ങനെ ഞാൻ ഔസേപ്പിതാവിനെ കുറിച്ചുള്ള റെഫറൻസ് എടുത്ത് ഔസേപ്പിതാവിനെ കുറിച്ചും ഒരു ടോക്ക് ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം. പ്രിയ സഹോദരങ്ങളെ, ഞാൻ നിർത്താണ്. നമ്മുടെ ഔസേപ്പിതാവ് അന്ത്യകാലത്ത് നമ്മെ സംരക്ഷിക്കും. നമുക്ക് ഔസേപ്പിതാവിൻ്റെ പക്കൽ പോകാം. ആവശ്യമുള്ളവരൊക്കെ, എന്താവശ്യമുള്ളവരും ഔസേപ്പിൻ്റെ പക്കൽ പോവുക എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അനുദിന ജീവിതത്തിലെ ഭക്ഷണം, അതായത് യേശു എന്ന ഭക്ഷണം, പരിശുദ്ധ കുർബാന എന്ന ഭക്ഷണം നമുക്ക് കിട്ടാൻ നമുക്ക് ഔസേപ്പിതാവിൻ്റെ പക്കൽ പോയാൽ മതി. കാരണം ആ ഭക്ഷണം ഇരിക്കുന്നത് അവൻ്റെ കയ്യിലാണ്, എടുത്ത് തരുക വേണ്ടു. നമുക്ക് പ്രാർത്ഥിക്കാം. ഔസേപ്പിതാവ് നമ്മെ അവസാന കാലത്തേക്ക് വേണ്ടി ഒരുക്കട്ടെ. ഔസേപ്പിതാവിലൂടെ എല്ലാ കൃപകളും നമുക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമേൻ.